അപ്പോഴേ ഇതേ നമുക്ക് നല്ല നാരൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വറുത്തടിക്കാം കേട്ടോ. ഇതപ്പം ശനിയാഴ്ച രാത്രി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ കുറേ രാത്രി ആയപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചേ. പിന്നെ ഇന്നലെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ നമുക്ക് മാമോദീസ ഉണ്ടായി, പിന്നെ രാത്രി വന്നിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാ കുടിച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും അതിനെടുത്ത് തട്ടിക്കളയാമെന്ന് കരുതിയേ. അപ്പോൾ ഒരു 5-8 എടുത്ത് പിള്ളേർക്ക് രാവിലെ സ്കൂളിലേക്ക് ചോറിന് വേണ്ടി കറിയായിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ അതേ ബാക്കിയുള്ളത് വറുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം തലയോടുകൂടി എടുത്തിട്ട് വറുക്കാമെന്ന് കരുതിയേ. പിന്നെ ഞാൻ ഓർത്തി ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നതല്ലേ, ഫ്രഷ് ആയിച്ചെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചത് ഇതേപോലെ കിള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ കിള്ളി വൃത്തിയാക്കി എടുത്ത ചെമ്മീലോട്ട് നമുക്കിനി അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി അരച്ചെടുത്ത അരപ്പാണ് ആ പച്ച കളറിൽ കണ്ടത്. പിന്നെ അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പേരിനൊരു ഇത്തിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ അതേ ചെറിയ തീയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല മണം വന്നുണ്ട് കേട്ടോ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ അത് മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി മസാല പോലെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതേ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം കേട്ടോ ഞാൻ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തേക്കിടത്. കുറച്ച് അധികം തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചെമ്മീനെല്ലാം ഞാൻ വേറൊരു ബൗളിലോട്ട് പകർത്താൻ വേണ്ടി പോണേണേ. എന്നിട്ട് ആ ചട്ടിക്കകത്ത് ഒരിത്തിരി ചോറിട്ട് നല്ലപോലെ കുഴച്ചൊരു പിടി പിടിക്കാമേ. അപ്പോൾ അതിനകത്ത് ആ ഇച്ചിരി ഉള്ളിയുടെ മസാലയൊക്കെ അതിലിട്ടിട്ട് 2 പിടി ചോറും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു പിടി പിടിച്ച് വായിലോട്ട് വെച്ചപ്പോഴുണ്ടല്ലോ